Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. എവിടെ വരെ എടുത്തത്? ജെസിയുടെ ഇൻട്രൊഡക്ഷൻ കുറച്ച് ആ ഒരു പേജ് എടുത്തില്ലായിരുന്നോ? ഇനി ലാസ്റ്റ് 3 points കൂടെ. Last 3 points. Okay. Okay, ജെസിയുടെ എക്സ്പാൻഡഡ് ഫോം എന്താ? എന്താണ് ജെസിയുടെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്? Joint Commission International. Joint Commission International. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. ജെസിയുടെ എക്സ്പാൻഡ് ഫോം നമ്മൾ പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. അത് 1990s അല്ലെ, 1990കളുടെ അവസാനത്തോടുകൂടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അതിന്റെ ബേസ് ആയിട്ടുള്ള, അത് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രമല്ല, US മാത്രമല്ല അതവിടെ അക്രഡിറ്റേഷൻ നൽകുന്നത്. അതിന് പുറത്തുള്ള ഹോസ്പിറ്റൽ, US പുറത്തുള്ള സ്ഥാപനങ്ങളോട് കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ എന്ത് കൊടുക്കുന്നത്, അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. നിലവിൽ അവർ US മാത്രമല്ല, എവിടെയൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്? ഏഷ്യയില്, യൂറോപ്പില്, മിഡിൽ ഈസ്റ്റില്, സൗത്ത് അമേരിക്ക മുതലായ ഇടങ്ങളിലും എന്ത് കൊടുക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ സൗകര്യങ്ങള് JCA നൽകുന്നുണ്ട്. ഇനി JCAയുടെ 2000 അതെ, നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്, ഒരു ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ് അല്ലെ, ലാഭത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല. ഇതിന്റെ ആ ഒരു ലിസ്റ്റ് 2015 JCAയുടെ പബ്ലിഷ് ചെയ്ത ലിസ്റ്റ് പ്രകാരം രാജ്യത്തുടനീളം, ഈ രാജ്യമെമ്പാടുമുള്ള എത്ര ഹോസ്പിറ്റലുകൾക്കാണ് JCA അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്? എത്ര ഹോസ്പിറ്റലുകൾക്കാണ്? 820 ഹോസ്പിറ്റലുകൾക്കാണ് അല്ലെ. അതിൽ ഇന്ത്യയിൽ എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണമാണ് ഇന്ത്യയിലുള്ളത്? 21 ഹോസ്പിറ്റലുകളാണ് ഇന്ത്യയിലുള്ളത് അല്ലെ. ഈ ഒരു JCA എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞത്? അവരൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് കൊടുക്കും അല്ലെ, ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ കൊടുക്കും. ആ മാനദണ്ഡങ്ങളുടെ ആ സ്ഥാപനം കൃത്യമായിട്ട് അവരുടെ പ്രകടന നിലവാരമാണ് അവിടെ വിലയിരുത്തുന്നത് അല്ലെ. ലെവൽ ഓഫ് പെർഫോമൻസ്, ഏതൊക്കെ പ്രവർത്തന മേഖലകളിലുള്ള ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് വിലയിരുത്തുന്നത്? ലൈക്ക് പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലെ, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്, ആ ഇൻഫെക്ഷൻ കൺട്രോള് മുതലായ 3 പ്രവർത്തന മേഖലകളിലെയും ആ ഒരു സ്ഥാപനത്തിന്റെ ലെവൽ ഓഫ് പെർഫോമൻസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട്, അതിന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന JCA കൊടുത്തിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിറവേറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് JCA എന്ത് കൊടുക്കും? അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നു. JCAയുടെ പ്രധാന ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെ, അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തില് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലെവലിൽ എന്ത് ചെയ്യുക? ആ ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരം എന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തുക. അതിനുവേണ്ടി അവർ എന്ത് ചെയ്യുന്നു? ബൈ ഗിവിംഗ് വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ സർവീസസ്. അങ്ങനെ ആ ഒരു ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നു? രാജ്യമെമ്പാടും ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നു. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു 3 പോയിന്റ്സ് കൂടി JCAയുടെ ആ ഒരു ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് നോക്കാം. Okay, JCA stance would take us to improve patients' care, safety and path of continuous quality improvement. എന്താ JCAയുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ JCA നമ്മൾ പറഞ്ഞു, JCA കുറെ മാനദണ്ഡങ്ങൾ വയ്ക്കുന്നുണ്ട് അല്ലെ. ഈ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു സ്ഥാപനം പാലിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? would take us to improved patient care. അവിടെ കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന രോഗി പരിചരണം ആ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിലൂടെ മികച്ചതാക്കാൻ പറ്റും അല്ലെ. ആൻഡ് സേഫ്റ്റി, അവിടെ കൊടുക്കുന്ന സുരക്ഷ അല്ലെ, രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റും. ആൻഡ് പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായി ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ടും ഈ JCAയുടെ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിലൂടെ സാധിക്കുന്നു. അപ്പൊ JCA കൊടുക്കുന്ന സ്റ്റാൻഡേർഡ്സ് അത്രയും നല്ല മികവോട് കൂടി അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് അല്ലെ. ഈ സ്റ്റാൻഡേർഡ്സ് അവർ എന്ത് ചെയ്യും? കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ്സ് പാലിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് അവർ എന്ത് ചെയ്യാറുണ്ട്? മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാറുണ്ട് അല്ലെ. അപ്പൊ
അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് അവരുടെ രോഗി പരിചരണത്തിൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത് കൃത്യമായി നിറവേറ്റുന്നതിലൂടെ അവർ കൊടുക്കുന്ന രോഗി പരിചരണം, അതുപോലെ രോഗികളുടെ സുരക്ഷ മുതലായ കാര്യങ്ങൾ ഈ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിലൂടെ അവർക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ പാർട്ട് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായിട്ട് സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ക്വാളിറ്റി മെച്ചപ്പെടുത്തി നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ദിസ് വുഡ് സ്ട്രെങ്തൻ പേഷ്യന്റ് third party and insurance confidence and would provide us a competitive edge. ഈ എന്താ പറയുന്നത്, ഇവിടെ ഒരു പേഷ്യന്റ് അതുപോലെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മറ്റ് എക്സ്റ്റേണൽ ഏജൻസികൾ ഉണ്ടല്ലോ, അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ളതുണ്ട് അല്ലെ. അതിനെയാണ് തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെല്ലാവരും ഇൻഷുറൻസ് കമ്പനികള് ഇവരെല്ലാവരും ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആളുകളല്ലേ, അല്ലെ, വിഭാഗമല്ലേ. അപ്പൊ ഈ പറയുന്ന ആളുകൾക്ക്, പേഷ്യൻസിനാണെങ്കിലും ഒരു തേർഡ് പാർട്ടിക്കാണെങ്കിലും ഇൻഷുറൻസിനാണെങ്കിലും ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ ഒരു സ്ഥാപനത്തിന് കിട്ടി. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടി, JCAയുടെ അക്രഡിറ്റേഷൻ കിട്ടി. അതൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള അംഗീകാരമല്ലേ. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ കിട്ടുമ്പോ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള പേഷ്യൻസിന്, തേർഡ് പാർട്ടികൾക്ക്, ഇൻഷുറൻസ് മുതലായ എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, ഒരു ആത്മവിശ്വാസം ശക്തിപ്പെടാനായിട്ട് അത് സഹായിക്കുന്നുണ്ട് അല്ലെ. നമുക്കാണെങ്കിലും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൂടില്ലേ. നല്ല അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെന്ന് അറിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ ഒരു കോൺഫിഡൻസ് ലെവല് നമുക്ക് കൂടൂലേ. കാരണം എന്താ, നമുക്കറിയാം ഇവിടെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള ഒരു കെയർ ആൻഡ് സേഫ്റ്റിയാണ് അവർ ഉറപ്പുവരുത്തുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനാണെങ്കിലും തേർഡ് പാർട്ടിക്കാണെങ്കിലും ഇൻഷുറൻസിന്റെ ആണെങ്കിലും ആ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ആ ഒരു കോൺഫിഡൻസ് അല്ലെ, അവർക്ക് ആ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസവും ശക്തിപ്പെടാനായിട്ട് അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് would provide us a competitive edge. എന്താണ്, ഒരു മത്സരാധിഷ്ഠിത നേട്ടം നൽകുകയും ചെയ്യുന്നത്. എന്താ ഒരു മത്സരാധിഷ്ഠിത നേട്ടം എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ കോമ്പറ്റേറ്റീവ് ആണ് അല്ലെ, കോമ്പറ്റീഷൻ ആണ് അല്ലെ. അപ്പൊ അവിടെ ഹോസ്പിറ്റൽ ഫീൽഡിലും ഇല്ലേ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് ഇല്ലേ, ഹോസ്പിറ്റൽ ഫീൽഡിൽ ഇല്ലേ കോമ്പറ്റീഷൻസ് ഉണ്ടോ, ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, മറ്റു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഒരു ഹോസ്പിറ്റലിന് ഈ JCAയുടെ അക്രഡിറ്റേഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ ആരാണ്, അവർക്ക് അതൊരു വലിയ മികവല്ലേ അല്ലെ, വലിയൊരു നേട്ടമാണ് അല്ലെ. ആ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ നിൽക്കുമ്പോ ഒരു JCAയുടെ അക്രഡിറ്റേഷൻ ഒരു സ്ഥാപനത്തിന് കിട്ടുക എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. അതാണ് ഒരു മത്സരാധിഷ്ഠിത നേട്ടമാണ് ആ സ്ഥാപനത്തിന് കിട്ടുന്നത്. ലാസ്റ്റ് നോക്കി, JCA അക്രഡിറ്റേഷൻ is the gold standard for quality. അത് അണ്ടർലൈൻ ചെയ്തു വെച്ചേ, JCA accreditation is the gold standard for quality. ഗുണനിലവാരത്തിനുള്ളൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സുവർണ നിലവാരമാണ് എന്തെന്ന് പറയുന്നത് JCA അക്രഡിറ്റേഷൻ. അതൊരു ഇന്റർനാഷണൽ ലെവലിൽ കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അത് അത്രയും സുവർണ നേട്ടമാണ് അവർക്ക് കിട്ടുന്നത് അല്ലെ. അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഗുണനിലവാരത്തിനുള്ള ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് JCA അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു JCAയുടെ അക്രഡിറ്റേഷൻ ഒരു സ്ഥാപനത്തിന് കിട്ടി എന്നതുകൊണ്ട് ഇറ്റ് റിഫ്ലെക്ട്സ് എന്താ, ഇത് പ്രതിഫലിപ്പിക്കുന്നത് എന്താണ്, ദ പ്രൊവിഷൻ ഓഫ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. നല്ലൊരു ഈ ഒരു JCA അംഗീകാരം കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിക്ക് വേണ്ടി അവർക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അതുവഴി നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതെന്താണ് പ്രതിഫലിപ്പിക്കുന്നത്, ആ ഒരു സ്ഥാപനം നല്ല ഉയർന്ന നിലവാരമുള്ള രോഗി പരിചരണവും രോഗി സുരക്ഷയും നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇതാണ് അവിടെ ആ ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ ലാസ്റ്റ് മൂന്നെണ്ണം നമുക്ക് ഒന്നുകൂടി നോക്കാം. JCAയുടെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. JCAയുടെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് കൃത്യമായി പാലിക്കുന്നത് വഴി ആ ഒരു സ്ഥാപനത്തിന് അവരുടെ ആ പേഷ്യൻസിന് കൊടുക്കുന്ന, രോഗികൾക്ക് കൊടുക്കുന്ന രോഗി പരിചരണവും സുരക്ഷയും നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായിട്ട് അവർക്ക് ആ ഒരു ഗുണനിലവാരം നിലനിർത്താനും മെച്ചപ്പെടുത്താനും ആ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ, ഒരു JCA അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനമാവുമ്പോൾ ആ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനും തേർഡ് പാർട്ടികൾക്കും
ഇൻഷുറൻസസിനും എന്താണ് ആ ഒരു സ്ഥാപനത്തിനോടുള്ള ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് എന്ന ഒരു മത്സരാധിഷ്ഠിത നേട്ടം കൈവരിക്കാനും ഈ അക്രഡിറ്റേഷൻ ആ സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് JC അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മയ്ക്കുള്ള ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. അങ്ങനെ ഒരു JC അക്രഡിറ്റേഷൻ കിട്ടി എന്നതുകൊണ്ട് എന്താണ് പ്രതിഫലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആ ഒരു സ്ഥാപനം വളരെ ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണവും രോഗി സുരക്ഷയും ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോ ആ 3 പോയിന്റ്സ്? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് JC അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. JCI എന്നാക്കാട്ടോ. JCI അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. Okay, JCA accredits 8 types of healthcare programs. JCA 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നത്. ആ 8 ടൈപ്സ് അണ്ടർലൈൻ ചെയ്തേ. എത്ര തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് JCA അംഗീകാരം നൽകാറ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. 8 ടൈപ്സ് 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് JCA അംഗീകാരം നൽകാറ്. നമുക്ക് ഒരെണ്ണം നമുക്ക് ഓൾറെഡി അറിയാം. ഏതാണ്? ജസ്റ്റ് നിങ്ങൾ ആ ഒരു പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചോദിക്കാറില്ല. അക്രഡിറ്റേഷൻ കൊടുക്കുന്ന 8 എണ്ണത്തില് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത്, ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഈ ഭാഗത്ത് നിന്ന് വരാറുള്ളൂ കേട്ടോ. നോക്കിയപ്പോ ഫസ്റ്റ് വൺ നമുക്കറിയാം, ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് ഇല്ലേ. ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു അംഗീകാരം ഈ JCA കൊടുക്കാറുണ്ട്. എങ്ങനെയാണ്? ഇവര് കൃത്യമായിട്ട് എന്താണ് അവരതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങള് സ്റ്റാൻഡേർഡ്സ് പാലിച്ചാൽ മാത്രമേ അവരെന്ത് കൊടുക്കുള്ളൂ? അംഗീകാരം നൽകുകയുള്ളൂ. രണ്ടാമതായിട്ട് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. ഏതാണ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ അതിനൊരു എക്സാമ്പിൾ പറയാമോ? അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് എക്സാമ്പിൾ പറയാമോ? അക്കാഡമിക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു വേർഡിൽ നിന്ന് കണക്ട് ചെയ്തു നോക്കേ. അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. വെരി ഗുഡ്. മെഡിക്കൽ കോളേജുകൾ പോലെയുള്ളത് അല്ലെ. അത് ശരിക്കും ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. പക്ഷെ എന്താണ് മെഡിക്കൽ സ്കൂളുകൾ ഉൾപ്പെടുന്ന അല്ലെ. മെഡിക്കൽ എന്താണ് എഡ്യൂക്കേഷൻ, റിസർച്ച് മുതലായ കാര്യങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റലുകൾ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം, മെഡിക്കൽ കോളേജ് പോലെയുള്ള. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായ സ്റ്റാൻഡേർഡുകളും കാര്യങ്ങളും പാലിക്കുകയാണെങ്കിൽ JCA അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നുണ്ട്. മൂന്നാമതായിട്ട് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്. എന്താണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ നമ്മൾ കെയർ കൊടുക്കുന്ന അല്ലെ. ഔട്ട് പേഷ്യന്റ് ബേസിസിലുള്ള സെറ്റിംഗ്സിൽ നമ്മൾ കെയർ കൊടുക്കുന്നതിനെയാണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റികൾ. ഇപ്പൊ ഒരു ഡോക്ടേഴ്സിന്റെ ഓഫീസ് ആവാം, ക്ലിനിക്കുകളാവാം മുതലായ എല്ലാം നമുക്ക് പറയാം ആംബുലേറ്ററി കെയർ ഫെസിലിറ്റികൾ വരുന്നതാണ്. അപ്പൊ അവര് കൃത്യമായ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ JCA അക്രഡിറ്റേഷൻ നൽകും. ക്ലിനിക്കൽ ലബോറട്ടറീസ്, നമ്മുടെ ലാബുകൾ പോലെയുള്ള സ്ഥലങ്ങൾ അല്ലെ. എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള സജ്ജീകരണങ്ങളും ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലബോറട്ടറികൾക്ക്, ക്ലിനിക്കൽ ലബോറട്ടറികൾക്കും അവരെന്ത് കൊടുക്കും? അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ഫിഫ്ത് വൺ ആണ് ഹോം കെയർ ഫെസിലിറ്റീസ്. എന്താ ഒരു ഹോം കെയർ ഫെസിലിറ്റി? അവിടെ പേഷ്യൻസിനെ എങ്ങനെയാണ് അവിടെ പരിചരണം കെയർ കൊടുക്കുന്നത്? സ്റ്റേ അറ്റ് ഹോം ആണ് അല്ലെ. അവരുടെ ഹോം എവിടെ? വീട് എവിടെയാ? വീട്ടിൽ തന്നെ അവരെ നിലനിർത്തിക്കൊണ്ടാണ് അല്ലെ. അവരെ വീട്ടിൽ തന്നെ വെച്ച് നിർത്തിക്കൊണ്ടാണ് അവർക്ക് ആവശ്യമായ പരിചരണങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഹോം കെയർ ഫെസിലിറ്റികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ലോങ് ടേം കെയർ ഫെസിലിറ്റി. എന്താ ലോങ് ടേം കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ? ദീർഘകാല പരിചരണ സംവിധാനങ്ങൾ അല്ലെ. എന്തായിരിക്കും? അതിനൊരു എക്സാമ്പിൾ പറഞ്ഞൊരു ദീർഘകാല പരിചരണം കൊടുക്കുന്ന സ്ഥാപനങ്ങള് ഏതാണ്? അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക്. വെരി ഗുഡ്. പാലിയേറ്റീവ് കെയറുകൾ പറയാം, റിട്ടയർമെന്റ് ഹോമുകൾ പറയാം, അഡൾട്ട് ഹോമുകൾ പറയാം, നഴ്സിംഗ് കെയറുകൾ, നഴ്സിംഗ് ഹോമുകൾ പറയാം. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അങ്ങനെ ദീർഘകാല പരിചരണം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ. എന്തായിരിക്കും മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ? അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷന്റെ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പറയാലോ. എന്തിനു വേണ്ടി സഹായിക്കുന്ന സ്ഥാപനമാണത്?
മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഇല്ലേ, എന്താണ് പേഷ്യൻസിന്റെ എന്താ വൈദ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെ, അവരുടെ ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പരിചരണ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടോ എന്ത് ചെയ്യുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്ന സ്ഥാപനങ്ങൾ ഇല്ലേ, അങ്ങനെ സഹായിക്കുന്ന സ്ഥാപനങ്ങളില്ലേ. ഇപ്പൊ നമുക്ക് ആംബുലൻസ് മുതലായ കാര്യങ്ങള് അല്ലെ സെറ്റ് ചെയ്ത് തരുന്ന, ഇപ്പൊ റോഡ് ആംബുലൻസ് ആവാം അല്ലെങ്കിൽ എയർ ആംബുലൻസ് ആവാം, മുതലായ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അല്ലെ. ആൻഡ് ലാസ്റ്റ് വൺ ആണ് പ്രൈമറി കെയർ സെന്റേഴ്സ്. ഏതാണ് പ്രൈമറി കെയർ സെന്ററുകള്? പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഈ പ്രൈമറി കെയർ സെന്ററുകൾക്ക് നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. ഏതാണ് പ്രൈമറി കെയർ സെന്ററുകള്? പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങള് ഏതാണ്? ഹെൽത്ത് സെന്റേഴ്സ് അല്ലെ, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ. വെരി ഗുഡ്. പ്രൈമറി ഹെൽത്ത് സെന്ററുകളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ക്ലിയർ ആണോ? അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? അത് ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് JCA എന്ന് അവിടെ തിരുത്താം. JCAയുടെ 5th എഡിഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നത്, 5ാമത്തെ പതിപ്പ്. ഓരോ പബ്ലിക്കേഷൻസും ഇങ്ങനെ ഓരോ പേരിലാണ്. 5th, 6th, അടുത്തത് വരുന്നത് 6th എഡിഷൻ ആയിരിക്കും. അങ്ങനെ ഓരോ നമ്പർ ഇട്ടാണ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ JCAയുടെ 5th എഡിഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. അത് effective from 1st April 2014. അത് പ്രാബല്യത്തിൽ വന്നത് ഏതാണ്? 1st April 2014 മുതലാണ് ഈ 5th എഡിഷൻ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. And it consists of 4 sections. ഇതിൽ എത്ര സെക്ഷൻസ് ഉണ്ടെന്നാ പറയുന്നേ? 4 സെക്ഷൻസ് ആണ് ഇതിലുള്ളത്. ക്ലിയർ ആണോ? അത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതില് 4 സെക്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ അതില് സെക്ഷൻ 1 അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. ഈ ഒരു ഭാഗം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മിസ് പറയുമ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാട്ടോ. അപ്പൊ അതില് സെക്ഷൻ 1 എന്തിനെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? സെക്ഷൻ 2 എന്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? സെക്ഷൻ 3, സെക്ഷൻ 4 മുതലായവ എന്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെക്ഷൻ 1 എന്താണ് പറയുന്നത്? includes accreditation participation requirements, that is APR. എല്ലാത്തിന്റെയും ഷോർട്ട് ഫോംസും എക്സ്പാൻഡഡ് ഫോമും ആണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അതിൽ സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? includes accreditation participation requirements, that is APR. അതായത് അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 1 ഉൾപ്പെടുന്നത്. എന്താണ്? ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കണമെങ്കിൽ ആ സ്ഥാപനം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് സെക്ഷൻ 1 ഉൾപ്പെടുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ. സെക്ഷൻ 2 നോക്കാം കേട്ടോ. സെക്ഷൻ 2 എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. എന്തായിരിക്കും? രോഗിയെ കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 വരുന്നത്. പേഷ്യന്റ് സെന്റേർഡ് ആണ്. രോഗിയുമായി ബന്ധപ്പെട്ട അവരുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 വരുന്നത്. സെക്ഷൻ 3 നോക്കി. കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. എന്താ? ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ സംഘടന, ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ്, ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 3. ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ. സെക്ഷൻ 4 എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള ഹോസ്പിറ്റലുകൾക്ക് അവരുടെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട കുറച്ച് മാനദണ്ഡങ്ങളും ആണ് എന്തിൽ വരുന്നത്? സെക്ഷൻ 4 ഉൾപ്പെടുന്നത്. 4 സെക്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ 4 സെക്ഷൻസും എന്താണ്? എന്തിലാണ് സെന്റർ ചെയ്തിരിക്കുന്നത്, എന്തിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഓരോ സെക്ഷൻസും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണോ? അത് ഓക്കെ ആണോ? ഇനി മിസ് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം കേട്ടോ. അത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്.
നമ്മൾ എനിക്ക് എങ്ങനെയാണ് എക്സാം നടത്താറ്? ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ, തേർഡ് പേപ്പർ, ഫോർത്ത് പേപ്പർ, അങ്ങനെ പേപ്പർ വൈസ് ആയിട്ട് തിരിച്ചിട്ടല്ലേ നടത്തുന്നത് മെയിൻ എക്സാം അല്ലെ? 4 പേപ്പേഴ്സ് ആയിട്ട് തിരിച്ചിട്ടല്ലേ നടത്തുന്നേ? അതെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? എത്ര സെക്ഷൻ ഉണ്ട്? 4 സെക്ഷൻ ഉണ്ട് അല്ലെ? സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4, അങ്ങനെ 4 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഈ സെക്ഷനുകളുടെ ഉള്ളില് എന്തുണ്ടായിരിക്കും? നിങ്ങളുടെ ഫസ്റ്റ് പേപ്പറിന്റെ ഉള്ളിൽ എന്താ ഉള്ളേ? ഫസ്റ്റ് പേപ്പറിന്റെ ഉള്ളിൽ എന്താ ഉള്ളേ? സബ്ജക്ട്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലെ? ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളത്? അതുപോലെ തന്നെ ഇവിടെ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4, അതായത് 5th എഡിഷനില് സെക്ഷൻ 1ല് വേറെ ചാപ്റ്റേഴ്സ് ഒന്നുമില്ല. എന്നാൽ സെക്ഷൻ 2, 3, 4 മുതലായവയില് എന്തായിരിക്കും ഉണ്ടാവുക? ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അത് തന്നെ ആ പേര് തന്നെയാണ് എടുക്കുന്നത്, ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത്രയും ക്ലിയർ ആണോ? 4 സെക്ഷൻ ആയിട്ട് തിരിച്ചാൽ ആ സെക്ഷനുകളുടെ ഉള്ളിൽ എന്തുണ്ടാവും? ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ക്ലിയർ ആയോ? ഇത് ഏതൊരു എഡിഷൻ വന്നാലും അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടാ. ഏതൊരു ഇപ്പൊ നാഫിനാണെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടാ. അപ്പൊ രണ്ടിനും ഒരുപോലെയാണ്. അക്രഡിറ്റേഷൻ കിട്ടുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എഡിഷൻസ്, പബ്ലിക്കേഷൻസിന് ഇങ്ങനെ തന്നെയാണ് അവരുടെ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ കൊടുക്കുന്നത് അവര്. ഇപ്പൊ എന്താണ് സെക്ഷൻ, എത്ര സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടോ അതിന് കീഴിലായിട്ട് അവർക്ക് എന്തുണ്ടാവും? ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. ചാപ്റ്റർ, ഓരോ ചാപ്റ്ററിനും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചാപ്റ്ററിന്റെ ഉള്ളിൽ പഠിക്കാറില്ലേ? ഓരോ ചാപ്റ്ററിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറില്ലേ? അതുപോലെ തന്നെ ഇവിടെ ചാപ്റ്ററിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ. ക്ലിയർ ആയോ? ഏറ്റവും ആദ്യം നമ്മൾ എന്താ പറഞ്ഞേ? ഒരു 4 സെക്ഷൻ ആയിട്ട് ഇവിടെ തിരിക്കുന്നു. നമ്മളിപ്പോ 5th എഡിഷനിലാണ് പറയുന്നത് കേട്ടാ. 4 സെക്ഷൻ ആയിട്ട് തിരിച്ചാൽ അതിനുള്ളിൽ എന്തുണ്ട്? ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട്. ക്ലിയർ ആയോ? ഇനി ഓരോ ചാപ്റ്ററിന്റെ ഉള്ളിലും എന്താണുള്ളത്? സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണുള്ളത്. ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ഈ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് വെറുതെ ഓരോ സ്റ്റാൻഡേർഡ്സിന് നമുക്ക് മാർക്ക് സ്കോർ ഇടാൻ പറ്റുമോ? ഈ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടത്? അവർക്ക് അംഗീകാരം കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവര് സ്കോർ നൽകണം വേണ്ടേ? ഓരോ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇത്ര സ്കോർ എന്ന രീതിയിൽ സ്കോർ ചെയ്യണ്ടേ? സ്കോർ കൊടുക്കണ്ടേ? അതിനനുസരിച്ചല്ലേ അവർ അംഗീകാരം കൊടുക്കുന്നത് അല്ലെ? അപ്പൊ സ്കോർ കൊടുക്കണമെങ്കിൽ വെറുതെ സ്റ്റാൻഡേർഡിനൊക്കെ സ്കോർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ലേ? അപ്പൊ ആ സ്റ്റാൻഡേർഡിനുള്ളില് കുറെ കാര്യങ്ങള് ഇവരെന്ത് ചെയ്യണം? മെഷർ ചെയ്യണം അല്ലെ? അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റാൻഡേർഡ്സിനുള്ളിൽ എന്തുണ്ടാവും? മെഷറബിൾ എലമെന്റ്സ്. എന്താണ് മെഷറബിൾ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? അളക്കാവുന്ന ഘടകങ്ങൾ എന്ന് നമുക്ക് മലയാളത്തിൽ വെച്ച് പറയാം. മെഷറബിൾ എലമെന്റ്സ്, അതായത് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും? ഇപ്പൊ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ആണ്, ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ പറയാൻ പോകുന്നതെങ്കിൽ അതിനുള്ളിലുള്ള മെഷറബിൾ എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ എലമെന്റ്സ് ആയിരിക്കും? നോക്കിയേ, അവിടെ ഉണ്ടാവുന്ന സുരക്ഷയാണല്ലോ, സുരക്ഷയുടെ സ്റ്റാൻഡേർഡ് ആണ്. അവിടെ എന്താണ്? ആക്സിഡന്റിന്റെ റേറ്റ് എത്രത്തോളം ഉണ്ടായി എന്ന കാര്യം നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഇൻസിഡന്റ് റിപ്പോർട്ട്, ആ ഒരു സ്ഥാപനത്തില് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, സംഭവങ്ങൾ നടന്നാൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകള്, ഇനി സേഫ്റ്റി പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം വേണ്ടേ? അപ്പൊ ഈ പറയുന്ന മെഷറബിൾ എലമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിന് മാർക്ക് ഇടുന്നത്. മനസ്സിലായോ? ഈ മെഷറബിൾ എലമെന്റ്സ് എല്ലാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് എല്ലാം കൃത്യമായിട്ട് ആ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടോ, പാലിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങള് എന്ത് ചെയ്ത് മെഷർ ചെയ്ത് അളന്നിട്ടാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡിന് സ്കോർ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഇത്രയും ആ ഒരു 4 ഭാഗം ഓക്കെ ആണോ? ഓക്കെ. ഏറ്റവും മുകളിൽ ഏതാണ്? 4 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആ സെക്ഷനുള്ളിലായിട്ട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ചാപ്റ്ററിന്റെ ഉള്ളിലും എന്താണ് കൊടുത്തിരിക്കുന്നത്? സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡിന് നമുക്ക് ഒരു സ്കോർ കൊടുക്കണമെങ്കിൽ ആ സ്റ്റാൻഡേർഡിനുള്ളിൽ വരുന്ന മെഷറബിൾ എലമെന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സ്റ്റാൻഡേർഡിന് സ്കോർ കൊടുക്കുന്നത്. ഇത്രയും ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഐഡിയ കിട്ടിയോ?
എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി പറയുന്നത് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. നോക്കി ഇവിടെ JCA അപ്പൊ നമ്മൾ സെക്ഷൻ 1 ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ. സെക്ഷൻ 1 എന്തായിരുന്നു? ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, ദാറ്റ് ഈസ് APR എന്ന് വെച്ചാൽ എന്താ, അവിടെ ആ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 1 വരുന്നത്. സെക്ഷൻ 1 ഇവിടെ ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ല. എന്നാൽ സെക്ഷൻ 2 വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. എന്താ, രോഗിയെ കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറെ പോയിന്റ്സ് താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇതെല്ലാം ഇതിനുള്ളിൽ വരുന്ന സെക്ഷൻ 2 വരുന്ന എന്തായിരിക്കും? സെക്ഷൻ 2 വരുന്ന എന്തായിരിക്കും? ഇത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സെക്ഷൻ 2 വരുന്ന എന്താണത്? എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് പേപ്പറിന്റെ കീഴിൽ വരുന്നത്? എന്താ, സ്റ്റാൻഡേർഡ്സ് ആണോ? ഫസ്റ്റ് പേപ്പറിന്റെ കീഴിൽ എന്താ വരുന്നത്? പേപ്പർ, ഓരോ പേപ്പറിന്റെ കീഴിലെ ചാപ്റ്റേഴ്സ് അല്ലെ. ഇവിടെയും IPSC ആണെങ്കിലും ACC ആണെങ്കിലും APFR, AOP മുതലായ എല്ലാം എന്താണ്? ഈ സെക്ഷൻ 2 വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റേഴ്സ്, ഓരോ ചാപ്റ്ററിന്റെ ഉള്ളിലും എന്തുണ്ടാവും? അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? എത്രയും ഭാഗം ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ശ്രദ്ധിക്കേ. ഇപ്പൊ നമ്മള് സെക്ഷൻ 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. പ്രധാനമായിട്ടും ഇത് രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഈ ഒരു സെക്ഷൻ 2 മൊത്തത്തിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്. രോഗിയാണ് അവിടുത്തെ പ്രധാന സെന്റർ എന്ന് പറയുന്നത്. പ്രധാനം രോഗിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ തന്നെയാണ്. അപ്പൊ അതില് ഫസ്റ്റ് ചാപ്റ്റർ ആണ് IPSG. അതിന്റെ എക്സ്പാൻഡ് ഫോം ഒന്ന് എഴുതി വെച്ച IPSGയുടെ ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഒന്ന് എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. രണ്ടാമത്തത് സെക്ഷൻ 1 എന്തിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു, സെക്ഷൻ 2 എന്തിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു, സെക്ഷൻ 3 എന്തിനെ, 4 എന്തിനെ. എന്താണ് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ, GOAL ഗോൾ. കിട്ടിയോ? ഓക്കെ, അപ്പൊ IPSG ജസ്റ്റ് നിങ്ങൾക്ക് ഇത് എന്താണ് എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും മാത്രമേ ഈ ഭാഗത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. ഈ ഒരു ചാപ്റ്റർ IPSG എന്ന് പറയുന്ന ചാപ്റ്റർ അത് ഇമ്പോർട്ടന്റ് ആണ്. പറയുന്ന ഭാഗം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 1-2 എണ്ണം മിസ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു തരാം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളവയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നവരുമാണ് കേട്ടോ. അപ്പൊ IPSG ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തേ. IPSG ഇപ്പൊ അതിലെന്താണ്? ഇവിടെ ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ ആണ്. ഇവിടെ വരുന്ന പേഷ്യൻസിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. രണ്ടാമതായിട്ട് ACC. എന്താണ് ACC? അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. എന്താ, വരുന്ന പേഷ്യൻസിന് ആ ഒരു പരിചരണത്തിലേക്കുള്ള പ്രവേശനവും അവരുടെ പിന്തുടർച്ചയും അല്ലെ, ആ പിന്തുടർ പരിചരണവുമാണ് ACC എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുന്നത്. PFR അതൊന്ന് നോട്ട് ചെയ്തേ. PFR എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. വരുന്ന പേഷ്യൻസിന്റെയും അവരുടെ ഫാമിലിയുടെയും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ് PFR എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. Then AOP എന്താ? അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. വരുന്ന പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന കെയർ മുതലായ കാര്യങ്ങൾ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് AOP എന്ന് പറയുന്നത്. Then COP കെയർ ഓഫ് പേഷ്യൻസ് ആംബുലേറ്ററി. എന്താ, ഏത് തരത്തിലുള്ള പരിചരണമാണ് പേഷ്യൻസിന് വേണ്ടത്? അത് അവർക്ക് എന്താണ് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ളതാണോ, അല്ലെങ്കിൽ എന്താണ് ഇൻപേഷ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസ് ആയിട്ടാണോ വേണ്ടത്? അങ്ങനെയുള്ള കെയർ ഓഫ് പേഷ്യൻസ് ഏതൊക്കെ രീതിയിലുള്ള പരിചരണമാണ് അവർക്ക് വേണ്ടത്? അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ് COP എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. ASC എന്താ? ASC അനസ്തീഷ്യ ആൻഡ് സർജിക്കൽ കെയർ. പേഷ്യൻസിന് കൊടുക്കുന്ന അനസ്തീഷ്യ, സർജറി മുതലായവയുമായി ബന്ധപ്പെട്ടുള്ള പരിചരണം. Then MMU അത് ഇമ്പോർട്ടന്റ് ആണ്. MMU എന്ന് നോട്ട് ചെയ്തേ. അതുപോലെ അത് കഴിഞ്ഞുള്ള PFPയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. MMU എന്താ? മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ്
യൂസ്, അവർക്ക് കൊടുക്കുന്ന മരുന്നിന്റെ മാനേജ്മെന്റും ഉപയോഗവും മുതലായ കാര്യങ്ങളാണ് MMUയിൽ വരുന്നത്. ലാസ്റ്റ് വണ്ണാണ് PFE. PFE എന്താ? പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. എന്താ? അവിടെ വരുന്ന രോഗികളുടെയും അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ അല്ലെങ്കിൽ അവയർനെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ PFEയും PFRും തമ്മിൽ മാറിപ്പോകുന്നത് കേട്ടോ. പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ആണ് PFR. PFE എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ക്ലിയർ ആയോ? അത് സെക്ഷൻ 2 നമ്മൾ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചു. ആ ചാപ്റ്റേഴ്സിന്റെ ജസ്റ്റ് എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോംസും മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് IPSG നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, PFR നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, MMU ആൻഡ് PFE നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയോ? IPSGയുടെ ഫുൾ ഫോം ആണോ ചോദിക്കുന്നേ? ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഗോൾ കേട്ടോ, GOAL ഗോൾ. കിട്ടിയോ നബിയ? ഓക്കെ ആണോ സെക്ഷൻ 2? ഓക്കെ. എന്താണ് നബിക്ക് ഡൗട്ട്? മാറിയില്ലേ? കോഡല്ല, ഗോൾ. GOAL ഗോൾ. ഓക്കെ. സെക്ഷൻ 3 നോക്കാട്ടോ. സെക്ഷൻ 3. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് പറയുന്ന സ്ട്രെസ് ചെയ്ത് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളുടെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോംസും മാത്രമേ അവർ ചോദിക്കാറുള്ളൂ. എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോംസും പഠിച്ചു വെക്കുക കേട്ടോ. ഇതിനുള്ളിൽ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ചാപ്റ്റേഴ്സിന്റെ പേരുകളും അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോംസും മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് മാത്രം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് മാത്രം നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളതൊന്നും വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. Then section 3 നോക്കിയേ. The consist of healthcare organization management standards. എന്താ? ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അത് ഏതൊരു സ്ഥാപനമായിക്കോട്ടെ, ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എന്താണ് ആരോഗ്യ പരിചരണ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് സെക്ഷൻ 3കളിൽ വരുന്നത്. അതിനുള്ളിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ 6 കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, QPS അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. QPS ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. QPS എന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. എന്താ? അവിടെ വരുന്ന പേഷ്യൻസിനെ, അവിടെ ആ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് കേട്ടോ. പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, അതുപോലെ അവിടെ കൊടുക്കുന്ന ആ ഒരു പരിചരണത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക. അതാണ് QPS എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത്. രണ്ടാമതായിട്ട് PCA എന്താ? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ, ദാറ്റ് ഈസ് ലബോറട്ടറി. ലബോറട്ടറി മുതലായ ഇടങ്ങളിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തില് മൊത്തത്തിൽ അവർക്ക് എന്ത് ചെയ്യണം? ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യുക, തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് PCA എന്ന് പറയുന്നതിൽ വരുന്നത്. മൂന്നാമതായിട്ട് GLD. എന്താ GLD? ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്കും അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമുള്ള ഗവേണൻസ്, അവിടുത്തെ ഭരണം, നേതൃത്വം, ലീഡർഷിപ്പ്, നേതൃത്വം, ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ദിശ. ആ ഒരു ഭരണവും നേതൃത്വവും ഡയറക്ഷനും എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച്, അത് ആ ഒരു മാനേജ്മെന്റിന്റെ ഭാഗമാണ് അല്ലെ. അതാണ് GLD-യിൽ വരുന്നത്. FMS ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. FMS ഇതിന് മുൻപ് മിസ് പറഞ്ഞത് QPS ആയിരുന്നു. രണ്ടെണ്ണം ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗം കേട്ടോ. FMS എന്ന് പറഞ്ഞാൽ എന്താ? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സൗകര്യങ്ങളുടെ മാനേജ്മെന്റും സുരക്ഷ ഉറപ്പാക്കലും. Then fifth ആണ് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അവിടെയുള്ള SQE എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അവിടെ വരുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ എംപ്ലോയേഴ്സിന്റെ യോഗ്യത, ക്വാളിഫിക്കേഷനും അവരുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്. Then sixth one ആണ് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, MOI, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ അവിടെ എന്താ? ഇൻഫർമേഷൻസ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നു.
ആദ്യത്തെ ഫസ്റ്റും ഫോർത്തും പറഞ്ഞില്ലേ, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. അത് രണ്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചു കണ്ടിരിക്കുന്ന ഭാഗമാണ് QPS FMS കേട്ടോ. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നോക്കി ആ ഒരു 6 എണ്ണം നമ്മുടെ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് സെക്ഷൻ 3 വരുന്നത്. ഇതിൽ 6 ചാപ്റ്റർ ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ QPS എന്ന് പറഞ്ഞ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യൻസ് ഡേറ്റ്, ആ ഒരു സ്ഥാപനത്തിന്റെ ആ കൊടുക്കുന്ന പരിചരണത്തിലുള്ള ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് QPS എന്ന് പറയുന്നത്. PC ആണെങ്കിൽ ലബോറട്ടറി മുതലായ സ്ഥലങ്ങളിലുള്ള ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. GLD എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ നേതൃത്വം, ഭരണം, ദിശ, ഡയറക്ഷൻ മുതലായ കാര്യങ്ങളാണ്. ദെൻ FMS എന്ന് പറയുമ്പോൾ അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ SQE എന്ന് പറയുന്നത് അവിടെ വരുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ MOE എന്ന് പറയുന്നത് എന്താ, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, അവിടെ വരുന്ന ഇൻഫർമേഷൻസിന്റെ കൃത്യമായ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സുകളാണ് ഈ പറയുന്ന ചാപ്റ്ററുകളിൽ വരുന്നത്. ക്ലിയർ ആണോ? സെക്ഷൻ 3 ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് നോട്ട് ചെയ്യുന്നില്ലേ? ഓക്കെ. ദെൻ സെക്ഷൻ 4 എന്താണ് പറയുന്നത്? ഇൻക്ലൂഡ്സ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. എന്താണ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്? നമ്മൾ പറഞ്ഞു മെഡിക്കൽ കോളേജുകൾ മുതലായ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകൾ പോലെയുള്ളവ പാലിക്കേണ്ടതായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 4 വരുന്നത്. ഇവിടെ 2 ചാപ്റ്റർ ബാക്കിയുള്ളൂ. ആ 2 എണ്ണം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താ, മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് MPE. എന്താ അവരുടെ എഡ്യൂക്കേഷൻ, ആ ഒരു മെഡിക്കൽ പ്രൊഫഷന്റെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ആണ് ആ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. രണ്ടാമത്തത് ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാം HR അല്ലെ. അവിടെ തന്നെ എഡ്യൂക്കേഷൻ മാത്രമല്ല റിസർച്ചുകൾ നടത്തുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ആ ഒരു ഒരെണ്ണം എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതും മറ്റൊരെണ്ണം എന്താണ് റിസർച്ച് പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സും അതിനുള്ളിൽ വരുന്ന സ്റ്റാൻഡേർഡ്സുമാണ് ഉള്ളത്. ക്ലിയർ ആയോ? അത് സെക്ഷൻ 4. ഓക്കെ. അപ്പൊ 4 സെക്ഷൻസും കഴിഞ്ഞു. 4 സെക്ഷൻസിലും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് മാത്രം നിങ്ങൾ സ്ട്രെസ് ചെയ്ത് എന്തായാലും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ ഷുഗർ ആയിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ള ഭാഗമാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയിക്കോട്ടെ. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, JCA 5th എഡിഷൻ. 2 പ്രാവശ്യം 5th എഡിഷൻ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു പ്രാവശ്യം ആക്കാം കേട്ടോ. JCAയുടെ 5th എഡിഷൻ, അതായത് ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. എത്ര ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് ആണുള്ളത് എന്ന് നോക്കിയേ. നമ്മൾ പറഞ്ഞു 4 സെക്ഷനിലായിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട് അല്ലെ. 4 സെക്ഷനായിട്ടും കൂടി മൊത്തം ഒരു 16 ചാപ്റ്റേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ആ പറഞ്ഞ 16 ചാപ്റ്ററുകളുടെ ഉള്ളിൽ എന്തുണ്ടെന്നാ നമ്മൾ പറഞ്ഞേ? ഉള്ളിൽ എന്താ കൊടുത്തിരിക്കുന്നത്? സ്റ്റാൻഡേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ ആ ഒരു ചാപ്റ്റേഴ്സിനുള്ളിൽ വരുന്ന മൊത്തത്തിലുള്ള സ്റ്റാൻഡേർഡ്സിന്റെ എണ്ണം എത്രയാണ്? 285 സ്റ്റാൻഡേർഡ്സ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 2 എണ്ണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 285 സ്റ്റാൻഡേർഡ്സ് ആണ് ഈ JCAയുടെ 5th എഡിഷനിൽ ആകെയുള്ള സ്റ്റാൻഡേർഡ്സിന്റെ എണ്ണമാണ് എത്രയെന്ന് പറയുന്നത്? 285 സ്റ്റാൻഡേർഡ്സ്. അതിനുള്ളില് ഓരോ സ്റ്റാൻഡേർഡ്സിനുള്ളിലും എന്തുണ്ട്? മെഷറബിൾ എലമെന്റ്സ് ഉണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, ഓരോ സ്റ്റാൻഡേർഡിന്റെയും ഉള്ളില് മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. ആ മെഷറബിൾ എലമെന്റ്സ് അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സ്കോർ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡിന് സ്കോർ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ആ മെഷറബിൾ എലമെന്റ്സ് 285 സ്റ്റാൻഡേർഡ്സിനുള്ളിലായിട്ടുള്ള മെഷറബിൾ എലമെന്റ്സിന്റെ എണ്ണമാണ് 1160. ക്ലിയർ ആയോ? ഇത് രണ്ടും
ഓക്കെ ആണോ? അപ്പൊ സ്റ്റാൻഡേർഡ്സിന്റെ എണ്ണം നമ്മൾ പറഞ്ഞു, മെഷറബിൾ എലമെന്റ്സിന്റെ എണ്ണവും പറഞ്ഞു. അത് ഓരോ തവണ എന്താണ് ഇത് എന്ത് ചെയ്യും, അവര് റീ എക്സാമിൻ ചെയ്യും അല്ലെ. ഈ പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇവരുടെ സ്റ്റാൻഡേർഡ്സിനെ അവര് പരിഷ്കരിക്കുന്ന സമയത്ത് ഈ സ്റ്റാൻഡേർഡുകളുടെ എണ്ണത്തിലും മെഷറബിൾ എലമെന്റ്സിന്റെ എണ്ണത്തിലും ചാപ്റ്ററുകളുടെ എണ്ണത്തിലും ഒക്കെ എന്തുണ്ടാവും, വ്യത്യാസങ്ങൾ വരും കേട്ടോ. JCL 5th എഡിഷന്റെ കണക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ 285 സ്റ്റാൻഡേർഡ്സും 1160 മെഷറബിൾ എലമെന്റ്സും ആണുള്ളത്. ക്ലിയർ ആണോ? അത്രയും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഇനി എത്ര വർഷം കൂടുമ്പോഴാണ് ഇത് പുനഃപരിശോധിക്കുന്നത്? The standards will be re-examined and published at least every 3 years. ഓരോ 3 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഈ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുകയും അത് വീണ്ടും മാറ്റങ്ങൾ വരുത്തി പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. എത്ര വർഷം കൂടുമ്പോഴാണ്? ഓരോ 3 വർഷം കൂടുമ്പോഴും അവരെന്ത് ചെയ്യും, ഈ സ്റ്റാൻഡേർഡ്സ് പുനഃപരിശോധിക്കുകയും എന്ത് ചെയ്യും, വീണ്ടും മാറ്റങ്ങൾ വരുത്തി എന്ത് ചെയ്യുന്നു, പബ്ലിഷേഷൻസ് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. JCIയുടെ സർവേ മെത്തഡോളജി നമ്മൾ പറഞ്ഞു, വെറുതെ ഒരു JCIക്ക് നമ്മുടെ സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുമോ? വെറുതെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ജസ്റ്റ് വെറുതെ അവർ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനുവേണ്ടി ഇവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സർവേ ചെയ്യുക എന്ന് പറയും. നമ്മുടെ വീടുകളിലെ സർവേ എടുക്കാൻ ആളുകൾ വരാറില്ലേ? ഉണ്ട് അല്ലെ? അപ്പൊ അവിടെ അവർ ഒരു സർവേക്ക് എടുക്കാൻ വരുന്ന ഒരാളാണോ വരാറ്? എപ്പോഴും ഒരാളായിട്ടാണോ വരാറ്? കൂടുതലും എങ്ങനെയാണ്? ഒരാളായിട്ടല്ല, 1, 2, 3 പേര്, അങ്ങനെ ഒരു ടീമായിട്ടാണ് അവർ സർവേ നടത്താൻ വരുന്നത് അല്ലെ. അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഒക്കെ ഉണ്ടാവും. ശരിയാണ്. അപ്പൊ അവരെന്താ ഒരു ടീമായിട്ടാണ്. അപ്പൊ ആ ഒരു സർവേ ടീമായിരിക്കും ആ സർവേ നടത്താനായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെയും JCIക്ക് ഇങ്ങനെ അക്രഡിറ്റേഷൻ അംഗീകാരം കൊടുക്കാൻ വേണ്ടി ഒരു ടിപ്പിക്കൽ സർവേ ടീം ഉണ്ടായിരുന്നു. ഇനി അത് ആരൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കി, എത്രോ സർവേ പ്രോസസ് ബിക്കം ഓപ്പറേഷണൽ. ഒരു നല്ല സർവേ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെങ്കിൽ, ഒരു സർവേ നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാകണമെങ്കിൽ അവിടെ ഒരു ടിപ്പിക്കൽ സർവേ ടീം ഉണ്ടായിരിക്കും അല്ലെ. അത് അണ്ടർലൈൻ ചെയ്തിട്ടേ, ടിപ്പിക്കൽ സർവേ ടീം ഇൻക്ലൂഡ്സ് എ ഫിസിഷ്യൻ, നഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. അത് 3 അണ്ടർലൈൻ ചെയ്തിട്ടേ, ടിപ്പിക്കൽ സർവേ ടീം includes a physician, nurse and administrator. ആരൊക്കെയാണ് സർവേ ടീമിലുള്ളവര്? ഒരു ഫിസിഷ്യൻ ഉണ്ടാവും, ഒരു നഴ്സ് ഉണ്ടാവും, ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. ഇവരാണ് ആ ഒരു സർവേ ടീം എന്ന് പറയുന്ന ആളുകൾ. ഇനി ഈ സർവേ ടീം, സർവേ എടുക്കുന്ന ആളുകളെ നമ്മൾ എന്താ പറയാ? സർവേയേഴ്സ് എന്ന് പറയും അല്ലെ. സർവേ ഇവരല്ലേ ഇപ്പൊ നമ്മൾ സർവേയേഴ്സ് എന്ന് വിളിക്കുന്നേ അല്ലെ. സർവേ എടുക്കുന്ന ആളുകളാണ്, ഇവരാണ് സർവേ എടുക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ടീമിലുള്ള ആളുകൾ എന്ത് ചെയ്യും? അവര് ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും സർവേ എടുക്കാൻ വരുമ്പോ അവരെങ്ങനെയാണ് ചെയ്യാറ്? അവര് ഒരുമിച്ച് ഇപ്പൊ ഒരു 5 അല്ലെങ്കിൽ 6 പേരുള്ള ഒരു ടീമാണെന്ന് വിചാരിക്കാം. അവർ 6 പേരും കൂടി ഒരുമിച്ചാണോ നമ്മുടെ വീട്ടിലേക്ക് സർവേ എടുക്കാൻ വരുന്നത്? ആണോ? ഒരുമിച്ചാണോ വരുന്നത്? അല്ല. അവരെന്ത് ചെയ്യും? പല പല ഭാഗങ്ങളായിട്ട് തിരിയും അല്ലെ. ഇപ്പൊ 2 പേര് ഒരു ഭാഗത്തേക്ക് പോവാണ് എങ്കിൽ അടുത്ത 2 പേര് എന്ത് ചെയ്യും? അടുത്ത ഭാഗത്തേക്ക് സർവേ എടുക്കാൻ പോകും അല്ലെ. എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഒരു ഗ്രൂപ്പ് ഒരുമിച്ചല്ലല്ലോ വരുന്നത്, അല്ലല്ലോ. അതുപോലെ തന്നെ ഇവരും എന്താണ് ചെയ്യുന്നത്? ഈ സർവേയേഴ്സ് എന്ത് ചെയ്യും? അസസ് വേരിയസ് യൂണിറ്റ്സ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്കസ് their ഫൈൻഡിങ്സ്. ഇവരെന്ത് ചെയ്യും? അവരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ആളുകളായിട്ട് തിരിഞ്ഞ്, ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ആ ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റലാണ് അവര് അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് സർവേ നടത്താൻ പോയെന്ന് വിചാരിക്കാം. ആ ഒരു ഹോസ്പിറ്റലിലെ വിവിധ വിഭാഗങ്ങൾ ഉണ്ടല്ലോ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവില്ലേ ഹോസ്പിറ്റലിന്? അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ വേണ്ടി അവരെന്ത് ചെയ്യും? പല പല ടീമായിട്ട് തിരിഞ്ഞ് എന്ത് ചെയ്യും? ഓരോ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ വിവിധ യൂണിറ്റുകളെ പോയി എന്ത് ചെയ്യും? വിലയിരുത്തി ഇവരെന്ത് ചെയ്യും? അവരുടെ കണ്ടെത്തലുകൾ. അപ്പൊ ഓരോരുത്തരും അവിടെ നിന്ന് പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ. അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, നല്ല ഗുണനിലവാരത്തിലാണോ നടക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യും? മനസ്സിലാക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? അവരെല്ലാവരും കൂടി ഇരുന്ന് അവരുടെ കണ്ടെത്തലുകൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും അല്ലെങ്കിൽ ചർച്ചകൾ ചെയ്യുന്നു. ക്ലിയർ ആയോ? അത് സർവേയേഴ്സ് കണ്ടക്ട് എ കംപ്ലീറ്റ് സിസ്റ്റം അനാലിസിസ് ഓൺ ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് കെയർ പ്രോസസ്. അതുപോലെ തന്നെ ഈ സർവേയേഴ്സ് ആ ഹോസ്പിറ്റലിലെ ആ സ്ഥാപനത്തിലെ
കെയർ പ്രോസസ് എങ്ങനെയാണ്, പരിചരണ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്, അവിടെ നല്ല ഇന്റഗ്രേഷനും സംയോജനത്തോടു കൂടി എല്ലാവരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഹകരണ മനോഭാവത്തോടു കൂടി നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പരിചരണ പ്രക്രിയ അവിടെ കൊടുക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളെ കുറിച്ചുള്ളൊരു പൂർണ്ണമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള സർവേകൾ നടത്തുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും JCA നടത്തുന്ന ഒരു മെത്തേഡാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി അവരെന്ത് ചെയ്യും, ഒരു ടീമായിട്ട് തിരിയും. അതിലൊരു ഫിസിഷ്യൻ ഉണ്ടാവും, നഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാവും. ഇവരെന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സർവേയേഴ്സ് ആയിട്ട് തിരിഞ്ഞിട്ട് അവർ വിവിധ ഭാഗങ്ങളിൽ പോയി എന്ത് ചെയ്യും, അസസ്മെന്റ് ചെയ്യും, വിലയിരുത്തുകയും പിന്നീട് അവരുടെ കണ്ടെത്തലുകൾ അവരെന്ത് ചെയ്യുന്നു, എല്ലാവരും കൂടിയിരുന്ന് ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നു. അതിലൂടെ അവരുടെ എന്താണ് നേരിട്ട് സർവേകൾ നടത്തുന്നതിലൂടെ അവർക്ക് ആ ഒരു സ്ഥാപനത്തിലെ പരിചരണ പ്രക്രിയ എത്രത്തോളം സംയോജിതമായിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം കോർഡിനേഷനിലാണ് അവർ ചെയ്യുന്നത്, നല്ല ഗുണനിലവാരത്തിലാണോ ചെയ്യുന്നത്, ശരിയായ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായിട്ട് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും, വിശകലനം ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കുന്നു. ക്ലിയർ ആണോ JCA സർവേ മെത്തഡോളജി? ഓക്കെ. Then accreditation survey. ഇനി ഒരു സർവേ അക്രഡിറ്റേഷന് വേണ്ടിയുള്ള സർവേ നടത്തുമ്പോ നമ്മൾ പറഞ്ഞു സർവേ എടുക്കണം എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയൊക്കെ സർവേ നടത്താൻ പറ്റും, നമ്മുടെ വീടുകളിലെ സർവേ നടത്തുന്നത് എങ്ങനെയാ, നമ്മളോട് നേരിട്ട് നമ്മളോട് വന്ന് ചോദിക്കുകയാണ് ചെയ്യാറ് അല്ലെ, കാര്യങ്ങൾ ചോദിക്കുകയല്ലേ ചെയ്യാറ്. നേരിട്ട് വന്ന് നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, ഓരോ ക്വസ്റ്റ്യനേഴ്സ് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളോട് വീട്ടിൽ വന്ന് നേരിട്ട് ചോദിക്കും. അതുപോലെ ഇവരും എന്ത് ചെയ്യാറുണ്ട്, നേരിട്ട് ചോദിക്കാറുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. എന്ത് ചെയ്യുന്നു, അവിടുത്തെ ജീവനക്കാരോടും പേഷ്യൻസിനോടും എന്ത് ചെയ്യാം, അഭിമുഖങ്ങൾ നടത്താം അല്ലെ. ഇവർക്ക് നേരിട്ട് സർവേ ടീമുകൾക്ക് നേരിട്ട് അവിടെ ഉള്ള പേഷ്യൻസിനോടും സ്റ്റാഫുകളോടും നേരിട്ട് അഭിമുഖങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അവിടുത്തെ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാലോ. അതുപോലെ മറ്റ് വെർബൽ ഇൻഫർമേഷൻസ്, മറ്റ് വാക്കാലുള്ള വിവരങ്ങളും ഇവർക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. അതാണ് ഒന്നാമത്തെ സർവേ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നേരിട്ട് ആ സ്റ്റാഫുകളോടും പേഷ്യൻസിനോടും ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖങ്ങളിലൂടെയും മറ്റു രീതിയിലുള്ള വാക്കാലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഇവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടത്തി ഇൻഫർമേഷൻസ് ആ ഒരു സ്ഥാപനത്തെ കുറിച്ചും അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള ഇൻഫർമേഷൻസ് ഇവർക്ക് കളക്ട് ചെയ്യാം. രണ്ടാമതായിട്ട് ഓൺസൈറ്റ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ സർവേയേഴ്സ്. എന്താ ഓൺസൈറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, നേരിൽ കണ്ടുകൊണ്ട് അല്ലെ ആ ഒരു സർവേയേഴ്സിന് ആ സ്ഥാപനത്തിൽ നടക്കുന്ന പേഷ്യന്റ് കെയർ പ്രോസസ്, രോഗി പരിചരണ പ്രക്രിയകള് എങ്ങനെയാണ് എന്നുള്ളത് നേരിട്ട് കണ്ട് നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പരിശോധിക്കാൻ അല്ലെങ്കിൽ വിശകലനം ചെയ്യാനായിട്ടുള്ളത് മെത്തേഡാണ് രണ്ടാമതായി അവർ ഉപയോഗിക്കുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞു അവർക്ക് എന്താണ് സ്റ്റാഫുകളോടും പേഷ്യൻസിനോടും ഒക്കെ നേരിട്ട് ഇന്റർവ്യൂവിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ്, വെർബൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം അല്ലെ, വാക്കാലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. രണ്ടാമതായിട്ട് പറഞ്ഞത് നേരിട്ട് സർവേസ് നേരിട്ട് കണ്ട് നിരീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ രോഗി പരിചരണ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് എന്ന കാര്യങ്ങള് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഇവർ ചെയ്യുന്നത് പറഞ്ഞാൽ ദ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, clinical practice guidelines and other documents provided by the organization. ആ സ്ഥാപനം നൽകിയിട്ടുള്ള, അപ്പൊ നമ്മളാണെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ ആ സ്ഥാപനം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഡോക്യുമെന്റ്സ്, റെക്കോർഡ് മുതലായ കാര്യങ്ങൾ അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ. ഞങ്ങൾ ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ചെയ്യുന്നത്, ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ. അതുപോലെ ആ സ്ഥാപനം കൊടുത്തിട്ടുള്ള നൽകിയിട്ടുള്ള പോളിസികൾ, അവരുടെ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പ്രൊസീജിയേഴ്സ്, അവർ നടത്തുന്ന നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡൻസ്, ക്ലിനിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങള്, അതുപോലെ മറ്റ് ഡോക്യുമെന്റ്സ് മുതലായ കാര്യങ്ങളെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കും
പറയുന്നു. ഈ പറയുന്ന 3 കാര്യങ്ങളിലൂടെയും കൃത്യമായ വിവരങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്ത് അവരുടെ ഒബ്സർവേഷൻസിലൂടെയും മറ്റുള്ളവരോടുള്ള ഇന്റർവ്യൂയിലൂടെയും ഈ പറയുന്ന ഡോക്യുമെന്റ്സും റെക്കോർഡുകളും കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് വിശകലനം ചെയ്ത് അവർക്ക് ഉറപ്പ് വരികയാണ്, കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവാണ് ആ സ്ഥാപനം ശരിയായ സ്റ്റാൻഡേർഡ്സും മാനദണ്ഡങ്ങളും JC നൽകുന്ന കൃത്യമായ സ്റ്റാൻഡേർഡ്സും മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ മാത്രമേ അവരെന്ത് കൊടുക്കുള്ളൂ, JCയെ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം നൽകുകയുള്ളൂ. ക്ലിയർ ആണോ അത്? അക്രഡിറ്റേഷൻ സർവേ മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. ഈ ഒരു 2 ഭാഗം കൂടെ ഉള്ളൂ. അത് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഞാൻ ഫ്രഷ് ആയിട്ട് നമ്മൾ തുടങ്ങാം. അപ്പൊ സ്കോറിംഗ് ദ സർവേ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഇവരിങ്ങനെ സ്കോർ കൊടുക്കും അല്ലെ, സർവേകൾ നടത്തി അവരെന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡിലേക്ക് കൃത്യമായ സ്കോറുകൾ കൊടുക്കും. ആ ഒരു സ്കോർ ചെയ്യുന്നതിലൂടെയാണ് ഇവർക്ക് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്നത് അല്ലെ. നമ്മൾ ലാബ് പഠിച്ചിട്ട് നിങ്ങൾ മനസ്സിലായിരുന്നോ സ്കോറുകൾ കൊടുക്കുന്നത്. ഇവിടെ സർവേകളിലൂടെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായ സ്കോറുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് സ്കോർ വരുന്നത് എന്നുള്ള കാര്യമാണ് നോക്കിയിട്ട് ആ ഫലങ്ങൾക്കുള്ള റിസൾട്ടിനുള്ള സ്കോർ നൽകുന്നത് എങ്ങനെയാണ് നോക്കി. ഈ സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിൽ നിന്നൊന്നും ആ സ്കോർ എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നോക്കി, സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. ഇനി ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. എന്താ, ഓരോ സ്റ്റാൻഡേർഡ്സിനും ഓരോ മാനദണ്ഡങ്ങൾക്കും കുറഞ്ഞത് എത്ര സ്കോർ ഉണ്ടായിരിക്കണം, ആ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കാൻ വേണ്ടി അവരതിലേക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ അവർക്ക് ഓരോ സ്റ്റാൻഡേർഡിനും അറ്റ്ലീസ്റ്റ് എത്ര സ്കോർ ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞേ, 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു 5 സ്കോറെങ്കിലും ഉണ്ടായാൽ മാത്രമേ അവർ ആ അക്രഡിറ്റേഷനിൽ അവര് പരിഗണിക്കുകയുള്ളൂ. ഒരു പരിശോധനകൾ നടത്തുന്നില്ലേ, അങ്ങനെ പരിശോധന നടത്തി ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വിലയിരുത്തി കഴിയുമ്പോൾ അവിടെ അവർ അതിനുവേണ്ടി പരിഗണിക്കണമെങ്കിൽ അവർക്ക് ഓരോ സ്റ്റാൻഡേർഡിനും അറ്റ്ലീസ്റ്റ് എത്ര സ്കോർ വേണം എന്നാ പറഞ്ഞേ, 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ അത്? സെക്കൻഡ് നോക്കി, each chapter must have a score of at least 8. സ്റ്റാൻഡേർഡിനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്ര വേണം, 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഇനി ഒരു ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോ അവിടെ സ്കോർ എത്ര അറ്റ്ലീസ്റ്റ് എത്ര ഉണ്ടായിരിക്കണം, 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. എന്താണ് നമുക്ക് മനസ്സിലായില്ല? എന്താണ് ഇവിടെ നമ്മൾ ആ ഒരു റിസൾട്ട്, അതായത് സർവേ ഇവർ നടത്തുന്നില്ലേ, ആ സർവേയുടെ റിസൾട്ട് ആണ് ഇവർ പറയുന്നത്. സർവേ റിസൾട്ടിൽ എങ്ങനെയാണ് ആ സർവേയുടെ റിസൾട്ടിൽ അവർ സ്കോർ കൊടുക്കുന്നത്, മനസ്സിലായോ? അപ്പൊ എപ്പോഴും ഇവര് ആ സ്കോർ കൊടുക്കുന്നത് എങ്ങനെയാ, ഒരു സ്റ്റാൻഡേർഡിന് സ്കോർ കൊടുക്കുന്നത് എങ്ങനെയാ, അതിനുള്ളിൽ വരുന്ന മെഷറബിൾ എലമെന്റ്സ് ഉണ്ടാവും ഇല്ലേ. മെഷറബിൾ എലമെന്റ്സ് ഇല്ലേ, നമ്മൾ പഠിച്ചതാണ് നേരത്തെ. മെഷറബിൾ എലമെന്റ്സ് പറഞ്ഞില്ലേ മിസ്? അത് ക്ലിയർ ആയാലും എല്ലാവർക്കും ആയിരുന്നു. ആ സ്റ്റാൻഡേർഡിനുള്ളിൽ വരുന്ന മെഷറബിൾ എലമെന്റ്സ് അല്ലെങ്കിൽ കുറെ ക്രൈറ്റീരിയാസ് പറഞ്ഞു അല്ലെ. ആ ക്രൈറ്റീരിയ ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിലാണ് അവിടെ അതിനനുസരിച്ചാണ് അവിടെ സ്റ്റാൻഡേർഡിന് എന്ത് കൊടുക്കുന്നത്, മാർക്ക് സ്കോർ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സ്റ്റാൻഡേർഡിന് സ്കോർ കൊടുക്കുമ്പോ അവിടെ അവർ ഈ ഒരു അക്രഡിറ്റേഷൻ വേണ്ടി ആ സ്ഥാപനത്തെ അംഗീകരിക്കണമെങ്കിൽ അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് അവർ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാലോ. എത്ര മാർക്ക് വേണം, ഇപ്പൊ നമ്മളോട് എക്സാമിന് പറയാറില്ലേ സ്കൂളില്, ഇത്ര മാർക്ക് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലേക്ക് വിടാം എന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ ഒരു മാർക്ക് ഒരു ബേസ് കൊടുക്കില്ലേ, ഇത്ര മാർക്കിന് താഴെയാണെങ്കിൽ തോറ്റു അല്ലെ, ഇത്ര മാർക്കിന് മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ജയിച്ചു എന്ന് പറയില്ലേ. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റേഞ്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു റേഞ്ചിന് കൂടെ അറ്റ്ലീസ്റ്റ് എന്ത് വേണം, ഓരോ സ്റ്റാൻഡേർഡിനും അവരിങ്ങനെ പരിശോധനകൾ നടത്തി കഴിയുമ്പോ, സർവേകൾ നടത്തുമ്പോ ഓരോ സ്റ്റാൻഡേർഡിനും അവർക്ക് അറ്റ്ലീസ്റ്റ് 5 സ്കോറെങ്കിലും ലഭ്യമായിരിക്കണം. ക്ലിയർ ആയോ അത്? ഓക്കെ ആയോ നബിയ? നബിക്ക് ക്ലിയർ ആയോ? ഓക്കെ. സെക്കൻഡ് നോക്കിയേ, ഓരോ ചാപ്റ്ററിനും സ്റ്റാൻഡേർഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി സ്റ്റാൻഡേർഡിന് അറ്റ്ലീസ്റ്റ് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം.
അവർ സർവേ നടത്തി കഴിയുമ്പോൾ ഓരോ സ്റ്റാൻഡേർഡിനും അറ്റ്ലീസ്റ്റ് അവർക്ക് 5 സ്കോറെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുള്ളൂ, അക്രഡിറ്റേഷന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് ഓരോ ചാപ്റ്ററിനും എത്ര സ്കോർ വേണം, അറ്റ്ലീസ്റ്റ് 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡിന് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ ആ ചാപ്റ്ററിന് അറ്റ്ലീസ്റ്റ് എത്ര സ്കോർ വേണം, 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. Then all standards must together average for at least 9. ഇനി എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് നോക്കുമ്പോ, എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് എടുക്കുമ്പോ അറ്റ്ലീസ്റ്റ് 9 ഉണ്ടായിരിക്കണം. അവിടെ ആ ഒരു മാനദണ്ഡം, ആ ഒരു നമ്പർ, ആ സ്കോറാണ് പറയുന്നത് കേട്ടോ. ആ സ്കോറെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, അക്രഡിറ്റേഷന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ. ലാസ്റ്റ് പറയുന്നത് all measurable elements are averaged to obtain the score for the standard. അല്ലേ, നമ്മൾ ആ പറഞ്ഞു സ്റ്റാൻഡേർഡ് കിട്ടണമെങ്കിൽ ഇനി പറയുന്ന ഒരു 3 പോയിന്റ്സ് വെച്ച് പറയുന്നുണ്ട് കേട്ടോ. അത് 3ഉം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇത് സിമ്പിൾ ആയിട്ട് ബാക്കി പറയുന്ന കാര്യം മനസ്സിലാവും. നമ്മൾ പറയുന്നത് നമ്മളൊരു എന്താണ് ഒരു ലെവൽ പറയും. ഫസ്റ്റ് ഏതാണ്, ചാപ്റ്റർ അല്ലെ. സെക്ഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഏതാ, നെക്സ്റ്റ് വരുന്നത് ഏതാ, ചാപ്റ്റർ അല്ലേ. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ചേ. ഒരു 4 സെക്ഷൻസ്, അതിനുള്ളിൽ ആദ്യം വരുന്നത് ഏതാ, ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിക്കുന്നു അല്ലെ. ആ ചാപ്റ്ററിനുള്ളിൽ എന്ത് വരുന്നുണ്ട്, തൊട്ട് താഴെ എന്താ വരുന്നേ, സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട് അല്ലെ. സ്റ്റാൻഡേർഡ്സിന് നമ്മൾ മാർക്ക് കൊടുക്കണമെങ്കിൽ, സ്കോർ കൊടുക്കണമെങ്കിൽ അതിനുള്ളിലുള്ള മെഷറബിൾ എലമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അത്രയും ക്ലിയർ ആണോ, ഇത്രയും ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്യുന്ന അല്ലെ, മിസ്സിന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാലോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കാം, ഒരു സ്റ്റാൻഡേർഡിന് മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തിന്റെ ആവറേജ് എടുത്താലാണ് സ്റ്റാൻഡേർഡിന്റെ മാർക്ക് കിട്ടുക? എന്തിന്റെ ആവറേജ്? ഇനി താഴെ നിന്ന് നിങ്ങൾ മുകളിലേക്ക് പോവാം. നോക്കിയേ, ഏറ്റവും താഴെ നിൽക്കുന്ന ആരാ, മെഷറബിൾ എലമെന്റ്സ് അല്ലെ, ക്രൈറ്റീരിയാസ് മുതലായ കാര്യങ്ങളാണ് അല്ലെ. അതിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് എന്തിന്റെ സ്റ്റാൻഡേർഡ് കിട്ടും, എന്തിന്റെ മാർക്ക്, എന്തിന്റെ സ്കോർ കിട്ടും, സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. മനസ്സിലായോ? മെഷറബിൾ എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡിന് സ്കോർ കൊടുക്കുന്നത് പറഞ്ഞു അല്ലെ. അപ്പൊ ആ മെഷറബിൾ എലമെന്റ്സിന്റെ എല്ലാത്തിന്റെയും ആവറേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്തിന്റെ മാർക്ക്, എന്തിന്റെ സ്കോർ കിട്ടും, സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത് റിപ്ലൈ ചെയ്തേ. ഓക്കെ, ഇനി ഈ സ്റ്റാൻഡേർഡ്സിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, എന്തിന്റെ സ്കോർ കിട്ടും? മുകളിലേക്ക് പോയി. സ്റ്റാൻഡേർഡ്സിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് എന്തിന്റെ സ്കോർ കിട്ടും? സ്റ്റാൻഡേർഡിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ആരാണ്? വെരി ഗുഡ്, ചാപ്റ്റർ അല്ലെ. ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ഇനി ചാപ്റ്ററിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് എന്തിന്റെ സ്കോർ കിട്ടും? ഓവറോൾ സ്കോർ കിട്ടും. ക്ലിയർ ആയോ? അത് ആ ഒരു നിങ്ങൾ ആ ഒരു ലെവലൊന്ന് ഓർത്താൻ കിട്ടും കേട്ടോ. ഏറ്റവും അവസാനമുള്ളത് ആരാ? മെഷറബിൾ എലമെന്റ്സ് ആണ്. ഈ മെഷറബിൾ ആയിട്ടുള്ള എലമെന്റ്സിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. സ്റ്റാൻഡേർഡിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ഇനി ചാപ്റ്ററിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ സ്കോർ കിട്ടും. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നെക്സ്റ്റ് ഇനിയും പറയുന്നത് കേട്ടോ. നോക്കിയേ, നമ്മൾ ഇത്രയും പറഞ്ഞത് all measurable elements are averaged to obtain the score for the standard അല്ലെ. ആ സ്റ്റാൻഡേർഡിനുള്ളിൽ വരുന്ന എല്ലാ മെഷറബിൾ എലമെന്റ്സിന്റെയും ആവറേജ് എടുക്കുന്നതിലൂടെയാണ് നമുക്ക് സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടുന്നത്. ആണോ? നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് സ്കോറിംഗ് സർവേ റിസൾട്ട്. സർവേ റിസൾട്ട് എങ്ങനെയാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്? ഓരോ മെഷറബിൾ എലമെന്റ്സും നമ്മൾ സ്കോർ ചെയ്യും അല്ലെ. ഓരോ മെഷറബിൾ എലമെന്റ്സും കൺസിഡർ ചെയ്തല്ലേ മാർക്ക് കൊടുക്കുന്നേ ആണ്. അപ്പൊ അതില് ഓരോ മെഷറബിൾ എലമെന്റ്സും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? എത്ര മാർക്ക്, എത്ര സ്കോർ കൊടുക്കണം? മെഷറബിൾ എലമെന്റിന്റെ സ്കോർ കൊടുക്കുന്ന കാര്യം പറയുന്നത് കേട്ടോ. 10 സ്കോർ കൊടുക്കണം. ഇനി പാർഷ്യലി മെറ്റാണ്, പകുതി ഭാഗികമായിട്ട് മാത്രമേ അവരത് പാലിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അത് എന്താണ് ചെയ്യുന്നുള്ളൂ എങ്കിൽ 5 കൊടുത്താൽ മതിയാവും. ഇനി ഒരു കാര്യത്തിലുള്ള മെഷറബിൾ എലമെന്റ്സ് ഒന്നും അവിടെ നിറവേറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്നും ശരിയാവുന്നില്ലെങ്കിൽ അതിനെന്താ മാർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സ്കോർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ 0 ആണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ഒരു എലമെന്റ്സിന് കൊടുക്കുന്ന സ്കോർ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പൂർണ്ണമായി എല്ലാ എലമെന്റ്സും കൃത്യമാണെങ്കിൽ 10, ഭാഗികമായിട്ടാണെങ്കിൽ 5, ഒന്നും പാലിക്കുന്നില്ലെങ്കിൽ 0. അങ്ങനെയാണ് എലമെന്റ്സിന് മാർക്ക് കൊടുക്കുന്നത്.
മെഷറബിൾ എലമെന്റ്സ്. ഇനി ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന 2 പോയിന്റ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഓഫ് ദ ചാപ്റ്റർ. അല്ലെ, ചാപ്റ്ററിന് സ്കോർ കിട്ടണമെങ്കിൽ എന്തിന്റെ ആവറേജ് എടുക്കണം? സ്റ്റാൻഡേർഡ്സിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ഇനി ഓൾ ചാപ്റ്റേഴ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദ ഓവറോൾ സ്കോർ. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ആവറേജ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ സ്കോർ കിട്ടും. ക്ലിയർ ആയോ? അത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നാബ് ഒരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യം ഇന്ന് തന്നെ വീട്ടിലിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് അടുത്ത വീക്കിലായിരിക്കും അല്ലെ, അടുത്ത ആഴ്ചയാണ് നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവുക. അപ്പോ ചോദിക്കാം കേട്ടോ. താങ്ക് യു. Thank you. അടുത്ത ക്ലാസ് എന്നാന്നോ പറഞ്ഞ്?